ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ ആവശ്യമായതെന്ന് പറയുന്നത് ഒരു കപ്പ് റവ, ക്യാരറ്റ്, ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില. പച്ചമുളകും ഇഞ്ചി ഇതേപോലെ കട്ട് ചെയ്തതാണ്. പിന്നെ ആവശ്യത്തിനുള്ള കടുക്, പിന്നെ ഉപ്പ്, ഓയിലാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ പാൻ വെച്ചിട്ട് ഇതിൽ നമ്മുടെ റവ ഒന്ന് നമുക്ക് വറുത്തെടുക്കണം. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ഉപ്പുമാവ് കിട്ടും. ഇത് ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കേണ്ട, ഒരു 5 മിനിറ്റ് വറുത്തെടുക്കാം. ശേഷം നമ്മൾ പോട്ട് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മുടെ കടുക് ഇട്ടിട്ട് നമുക്കൊരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഉള്ളി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് അതിൻ്റെ പച്ച ചുവ പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ശേഷം നമ്മുടെ ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് വഴറ്റി കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. നമ്മൾ ഒരു കപ്പിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ലൂസി ആയിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്, കാരണം ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം നമ്മുടെ വറുത്ത് വെച്ച നമ്മുടെ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് അത് കുറുകി വരാനാണ്, നമ്മുടെ റവ ഒന്ന് വെന്ത് വരാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനതവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റവ നന്നായിട്ട് വെന്ത് വെള്ളത്തോട് യോജിച്ച് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിത് സെറ്റായി വന്നിട്ടുണ്ട്. ശേഷം ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കല ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ 5 മിനിറ്റിന് ശേഷം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി സോഫ്റ്റ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാ. ബൈ.